ഒരു ബൈക്കിൻ്റെ ഓയിൽ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സോറിയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിന് ആദ്യമായി ക്ലച്ച് കവർ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. ഒരു ബൈക്കിൻ്റെ ക്ലച്ച് കവർ എങ്ങനെ അഴിച്ചു മാറ്റാമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലച്ച് കവർ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള വീഡിയോ ടെക്നോ ടിപ്സോറിയു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബാലൻസിങ് റോട്ടറിന് താഴെയായി ഇവിടെ പാക്കിങ്ങിനുള്ളിലാണ് ഓയിൽ ഫിൽറ്റർ ഇട്ടിരിക്കുന്നത്. ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കാനായി ക്ലച്ച് കവർ പാക്കിംഗ് അഥവാ ക്ലച്ച് കവർ ഗ്യാസ്കറ്റ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് വയ്ക്കാം. ഒരു നോസ് പ്ലെയറോ സാധാരണ പ്ലെയറോ ഉപയോഗിച്ച് നമുക്ക് ഓയിൽ ഫിൽറ്റർ ഇതുപോലെ വലിച്ചെടുക്കാവുന്നതാണ്. പഴയ പാക്കിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റി നന്നായി ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഓയിൽ ഫിൽറ്ററിൻ്റെ താഴ്ഭാഗത്ത് ഡസ്റ്റും മറ്റും അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനാവും. ഓയിൽ ഫിൽറ്ററിൽ കീറലോ തുളയോ ഒന്നുമില്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഫിൽറ്റർ ഒരു സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം വീർത്തതും താഴേക്ക് ചെല്ലും തോറും കൂർത്ത് നാരോ ആയി വരുന്നതുമാണ്. ഈ കൂർത്തിരിക്കുന്ന ഭാഗം ഫിൽറ്റർ ചേംബറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫിൽറ്റർ ഇടേണ്ടത്. ഫിൽറ്റർ ചേംബറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സ്ലോട്ടിനുള്ളിലേക്ക് കൂർത്തിരിക്കുന്ന ഭാഗം ആദ്യം വെച്ചതിന് ശേഷം പ്രസ് ചെയ്താൽ എല്ലാം ഓക്കെ. ടൂ വീലറുകളുടെ കാര്യത്തിൽ തുറന്ന് റിപ്പയർ ചെയ്യുന്നത് പോലെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് തിരികെ ടൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും. പുതിയ ക്ലച്ച് കവർ പാക്കിംഗ് ഇട്ട് ക്ലച്ച് കവർ തിരികെ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ടെക്നോ ടിപ്സോറിയു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോകളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക്